നടി ഹണി റോസ് നൽകിയ പരാതി സ്വർണ്ണ വ്യാപാരി ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു, പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി, അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു. അപ്പം ഇതിൽ നിന്നൊക്കെ ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചതെന്ന് പലരും പറയുന്നുണ്ട്. കാരണം സമാനമായ സംഭവങ്ങളിൽ ഇതേപോലെ കാര്യക്ഷമമായിട്ട് സർക്കാർ ഇടപെട്ടില്ല. പല കേസുകളിലും പ്രതികൾക്ക് ജാമ്യം കിട്ടാനുള്ള കാലതാമസം കൊടുത്തു. പല കേസുകളും, അതിൽ പല പ്രമുഖന്മാരും ഉൾപ്പെടുന്ന കേസുകൾ എല്ലാവർക്കും കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഈ സമയത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്നത് വാളയാറിലെ 2 പെൺകുട്ടികളുടെ കൊലപാതകമാണ്. അവരെ മാനഭംഗപ്പെടുത്തി കൊല ചെയ്തതാണ്. തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടത്. അതിൽ രണ്ടാമത്തെ കുട്ടി, 2 കുട്ടികൾ, 13 വയസ്സുള്ള കുട്ടി, അനിയത്തി 9 വയസ്സുള്ള കുട്ടി. 9 വയസ്സുള്ള പെൺകുട്ടിക്ക് തൂങ്ങി മരിക്കാൻ പോലും അതിന് കഴിയില്ല. ഇപ്പൊ കെട്ടി തൂക്കിയതാണെന്ന് ഉറപ്പായതോടുകൂടിയാണ് ഈ കേസിൽ അന്വേഷണമൊക്കെ നടക്കുന്നത്. ഒരു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ട ഒരു ജാഗരൂകതയും ഇക്കാര്യത്തിൽ ഉണ്ടായില്ല എന്നുള്ളത് വളരെ ഉറപ്പാണ്. 2017 ഈ സംഭവം നടക്കുന്നത്. 2021 ഈ സംഭവത്തിൽ CBI അന്വേഷണം നടക്കുകയാണ്. പക്ഷെ അതുവരെ ഈ കേസിൽ വളരെ വ്യക്തമായിട്ടും പ്രോസിക്യൂഷൻ തെറ്റായ രീതിയിലാണ് പ്രവർത്തിച്ചത്, പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത് എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഇതിനെതിരെ രാഷ്ട്രീയമായിട്ട് ഒരുപാട് പ്രചരണങ്ങളൊക്കെ നടന്നിരുന്നു. കാരണം അപ്പുറത്ത് CPM ആണ്, അതിലെ പ്രതികൾക്ക് CPM ആയിട്ട് ബന്ധമുണ്ട്, CPM ആണ് ഇവരെ രക്ഷിച്ചത് എന്നുള്ളതൊക്കെ ഒരു കാര്യമാണ്. പക്ഷെ മറ്റു ചില വാദങ്ങൾ കൂടി വരുന്നുണ്ട്. ഇപ്പം ഏറ്റവും ഒടുവിൽ 2 പെൺകുട്ടികളുടെ അമ്മയെ പ്രതി ചേർക്കാൻ CBI തയ്യാറായിരിക്കുകയാണ്. ഇത് മനോരമയൊക്കെ വളരെ കാര്യമായിട്ടുള്ള രീതിയിൽ ഇതിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ CBI എന്തോ തെറ്റാണ് ചെയ്തത് എന്നൊരു വ്യാഖ്യാനം പോലും ആ വാർത്തകളുടെ വരികൾക്കിടയിലൂടെ നമുക്ക് വായിക്കാൻ കഴിയും. CBIയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് അവർ അമ്മയെ പ്രതിയാക്കിയത്? ഒന്നാമത്തെ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിന് ശേഷം അവർ പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല, കാര്യമായ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ പെൺകുട്ടി മരിച്ചതോടുകൂടിയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്, ജനങ്ങളൊക്കെ ഇടപെട്ടത്. ഈ കേസിൽ എന്തുകൊണ്ടാണ് CBI 2 കുട്ടികളുടെ അമ്മയെ പ്രതി ചേർത്തത്? CBIയുടെ മുമ്പിൽ മറ്റു വഴിയില്ലായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. ഈ സമയത്ത് അഭിഭാഷകനായ ഹരീഷ് വാസുദേവൻ 3-4 വർഷം മുമ്പ് എഴുതിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ആ കാര്യം ഒന്ന് പരാമർശിക്കുന്നത് വളരെ നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എങ്ങനെയാണ്: ആദ്യ കുട്ടി തൂങ്ങി മരിച്ചു, മാതാപിതാക്കൾക്ക് ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. റേപ്പിനുള്ള സാധ്യതകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടും കേസന്വേഷണം വേണ്ട വിധം നടന്നില്ല. അതിലെ സാക്ഷിയായ രണ്ടാമത്തെ കുട്ടി 49-ാം ദിവസം ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്തതായി കാണുന്നു. നാട്ടുകാർ ഇടപെട്ടു. അപ്പോഴാണ് പുറം ലോകം അറിയുന്നത്. അന്വേഷണം 52-ാം ദിവസം സോജൻ എന്ന DYSP ഏറ്റെടുത്തു. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ കതിരൂർ മനോജ് വധക്കേസിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്ത, ജിഷ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്ത ടീമിലെ പ്രധാനിയായിരുന്നു DYSP സോജൻ. ഒരു ദിവസത്തിനുള്ളിൽ പ്രധാന 4 പ്രതികളെയും ടിയാൻ അറസ്റ്റ് ചെയ്തു. രണ്ടാമത്തെ കുട്ടി മരിച്ച സീനിൽ പോയി ആത്മഹത്യ ചെയ്ത് തന്നെയാണോ എന്ന് ഉറപ്പിക്കണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. എഴുതിയ ഡോക്ടർ തന്നെ സംഭവ സ്ഥലത്തെത്തി സ്ഥിരീകരിച്ചു. ചാർജ് ഷീറ്റ് കോടതിയിൽ സമയബന്ധിതമായി സമർപ്പിച്ചു. പ്രതികളുടെ ജാമ്യം തള്ളിച്ചു. അപ്പീലിലും ജാമ്യം തള്ളിച്ചു. ചാർജ് ഷീറ്റ് കൊടുക്കുന്നതുവരെ പ്രതികൾ ജയിലിൽ. എന്നാൽ പ്രോസിക്യൂട്ടർ എതിർക്കാത്തതിനെ തുടർന്ന് കീഴ്ക്കോടതി ജാമ്യം അനുവദിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP ഹൈക്കോടതിയിൽ പോയി ജാമ്യം റദ്ദാക്കി. പ്രതികളെ തമിഴ്നാട്ടിൽ പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. വീണ്ടും ജയിലിലാക്കി. ജാമ്യം കൊടുത്തതിന് ജഡ്ജിക്കുള്ള പരോക്ഷ വിമർശനവും ഹൈക്കോടതിയിൽ വന്നു. ഒരു പ്രതി കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നതിനെ പറ്റി ആ അമ്മ നേരിട്ട് കണ്ടു. കുറ്റകൃത്യം കണ്ട ആ അമ്മ മിണ്ടിയോ? ഇല്ല. അയാളെ വീട്ടിൽ വിലക്കിയോ? പോലീസിൽ പരാതിപ്പെട്ടോ? ഇല്ല. എന്തേ? അതേപ്പറ്റി അവർ ഇപ്പോൾ മിണ്ടില്ല. മറ്റൊരു പ്രതിയോടൊപ്പമാണ് അവർ ആ മുറിയിൽ അന്ത്യം ഉറങ്ങിയിരുന്നത്. അയാളും കുട്ടിയെ ഉപദ്രവിച്ചതായി പിന്നീട് തെളിഞ്ഞു. സാധാരണ കേസുകൾ ഇരയുടെ അച്ഛനോ അമ്മയോ സാക്ഷിയായാൽ പോലീസ് CRPC 164 പ്രകാരം മൊഴി കൊടുപ്പിക്കില്ല. കാരണം അവർ മൊഴി മാറ്റുമെന്ന് വിശ്വസിക്കാൻ വയ്യ. ഈ കേസിൽ DYSP അവരുടെ 164 മൊഴി മജിസ്ട്രേറ്റ് മുമ്പിൽ രേഖപ്പെടുത്തി. എന്തുകൊണ്ടാണെന്ന് രേഖകൾ വായിക്കുമ്പോൾ മനസ്സിലാകും. പോലീസിന് നൽകിയ മൊഴിയും ഒടുക്കം കൂട്ടിൽ കയറി പറഞ്ഞതും ഒക്കെ തമ്മിലുള്ള വൈരുദ്ധ്യം വിധിയിൽ എടുത്തു പറയുന്നുണ്ട്. ആരുടെ? ഈ അമ്മയുടെ. 164 മൊഴിയിൽ അവർ മനഃപൂർവ്വം ഒരു പ്രതിയുടെ പേര് പറഞ്ഞില്ല. വിഷയം രാഷ്ട്രീയമായി ഏറ്റെടുക്കപ്പെടുന്നത് വരെ കേസ് അന്വേഷണത്തെപ്പറ്റി ഒരു കാലത്തും അവർക്കൊരു പരാതിയും ഉണ്ടായിരുന്നില്ല. എന്തിനാണ് ആ അമ്മ പ്രതികളെ സഹായിക്കുന്ന നിലപാടെടുത്തത്? പ്രോസിക്യൂട്ടർ ലതാ ജയരാജ് കേസ് നടത്തി. അടഞ്ഞ മുറിയിൽ പ്രോസിക്യൂഷനെ സഹായിക്കാമെന്ന് DYSP സോജൻ കോടതിയോട് രേഖാമൂലം പറഞ്ഞു. ആവശ്യമില്ലെന്ന് ആ പ്രോസിക്യൂട്ടർ നിലപാടെടുത്തത് കൊണ്ട് ജഡ്ജി ആ അപേക്ഷ തള്ളി.
ഈ പ്രോസിക്യൂട്ടർ മാറ്റണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ സർക്കാരിന് എഴുതി. കോടതി വിധിയിലൂടെ ജോലി വാങ്ങിയ പ്രോസിക്യൂട്ടർ ആയതിനാൽ അവിടം സർക്കാർ അന്ന് കൈമലർത്തി. ഒന്നാമത്തെ വീഴ്ച. മൂത്ത പെൺകുട്ടിയുടെ സുഹൃത്ത് കൊടുത്ത ഒരു മൊഴിയിൽ പറയുന്നുണ്ട് അമ്മ കൂടി അറിഞ്ഞുകൊണ്ട് നടന്ന ബലാത്സംഗത്തെ പറ്റി. രണ്ടാനച്ഛൻ ചീത്തയാണെന്ന് കുട്ടി പറഞ്ഞതായി മൊഴിയിലുണ്ട്. അതേ മുറിയിൽ അത് കഴിഞ്ഞും പ്രതിയോടൊപ്പം ഉറങ്ങിയ അമ്മ ആ സ്ത്രീയെ പറ്റി മൊഴികളിൽ വായിക്കുമ്പോൾ നമുക്ക് അവരെ കൊല്ലാൻ തോന്നും. ഇതുപോലൊരു അമ്മ ഒരു കുട്ടികൾക്കും ഇനി ഉണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിക്കും. SC/ST അട്രോസിറ്റി ആക്ട് എടുക്കാൻ ഒറ്റനോട്ടത്തിൽ വകുപ്പില്ലെങ്കിലും ഒരു സർക്കാർ ഉത്തരവിന്റെ ബലത്തിൽ പ്രതികൾക്കെതിരെ ആ വകുപ്പ് ചുമത്തി ഡിവൈഎസ്പി. മരിച്ച മക്കളുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപയാണ് അവർക്ക് ലഭ്യമാക്കിയത്. അഡ്വക്കേറ്റ് രാജേഷ് ഇതിലൊരു പ്രതിക്കായി വക്കാലത്തെടുത്തിരുന്നു. ജില്ലാ ശിശുക്ഷേമ സമിതി ചെയർമാൻ ആയപ്പോൾ അത് ഒഴിയുകയും ചെയ്തു. ഇതാണ് ആ കേസിനെ വീണ്ടും വിവാദമാക്കിയത്. പ്രധാന സാക്ഷികളടക്കം കൂറുമാറുന്നു. അമ്മയുടെ സ്വഭാവദൂഷ്യം, പ്രതികളുമായുള്ള ബന്ധം എന്നിവ ഒളിഞ്ഞും തെളിഞ്ഞും പ്രതിഭാഗം വിചാരണയിൽ കൊണ്ടുവരുന്നു. ഉള്ള തെളിവുകൾ പ്രോസിക്യൂട്ടറോ കോടതിയോ വേണ്ടവിധം വിലയിരുത്തുന്നില്ല. കേസ് നടത്തിപ്പിലെ വീഴ്ച മൂലം മുഴുവൻ പ്രതികളെയും പോക്സോ കോടതി വെറുതെ വിടുന്നു. സർക്കാരും ആ അമ്മയും അപ്പീൽ നൽകുന്നു. പ്രോസിക്യൂട്ടറെ സർക്കാർ പിരിച്ചുവിടുന്നു. ഹൈക്കോടതി അപ്പീലുകൾ തെളിവുകൾ വീണ്ടും പരിശോധിക്കുകയും കീഴ്ക്കോടതിക്കും പ്രോസിക്യൂഷനും വിചാരണയിൽ സംഭവിച്ച പിഴവ് അക്കമിട്ട് നിരത്തുകയും പുനർവിചാരണ ഉത്തരവിടുകയും ചെയ്തു. തെളിവുകൾ നോക്കി നീതി ലഭ്യമാക്കാൻ കീഴ്ക്കോടതി ജഡ്ജി തീർത്തും പരാജയപ്പെട്ടതായി ഹൈക്കോടതി നിരീക്ഷിച്ചു. ഒരു പ്രധാന പ്രതി ഇതോടെ ആത്മഹത്യ ചെയ്തു. ആ അമ്മ CBI അന്വേഷണം ആദ്യം കോടതിയിൽ ആവശ്യപ്പെട്ടില്ല. പുനർവിചാരണ ഉത്തരവിട്ട ശേഷം സർക്കാർ CBI അന്വേഷണം സമ്മതിച്ചു. അമ്മയുടെ രണ്ടാമത്തെ കേസിൽ ഹൈക്കോടതി ഉത്തരവിട്ടു. ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, പോക്സോ നിയമം കർശനമായി നോക്കിയാൽ CBI കേസ് അന്വേഷിച്ചാൽ കുട്ടികളോടുള്ള ക്രൂരത കണ്ടിട്ടും തടയാതെ ഇരുന്ന, പോലീസിൽ അറിയിക്കാതിരുന്ന, പ്രതിയെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ച ആ സ്ത്രീക്കെതിരെ അവർ കേസെടുക്കും എന്നുറപ്പാണ്. നിയമം അനുസരിച്ച് അവർ ഈ കേസിൽ കൂട്ടുപ്രതിയാകേണ്ടതാണ്. ഇത് 4 വർഷം മുമ്പ് ഹരീഷ് വാസുദേവൻ എഴുതിയതാണ്. എന്തു തന്നെയായാലും സർക്കാരിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ട്. ആ സ്ത്രീ ഒരുപക്ഷെ ദാരിദ്ര്യത്തിൽ പെട്ടതുകൊണ്ടോ അവർ അജ്ഞത കൊണ്ടോ ആയിരിക്കാം. പക്ഷെ ഇതിലെ കുറ്റവാളികളെ രക്ഷിക്കുന്ന സമീപനമാണ് കേരളത്തിലെ സർക്കാർ കൈക്കൊണ്ടത്. അതുകൊണ്ട് തന്നെ അവർക്ക് ധാർമ്മികമായിട്ട് ഹണി റോസിന്റെ കാര്യത്തിൽ ഞങ്ങൾ വളരെ നീതിന്യായമായ രീതിയിൽ, അല്ലെങ്കിൽ വളരെ മാതൃകാപരമായ രീതിയിൽ പ്രവർത്തിച്ചു. എത്ര വലിയ മുതലാളിയായിട്ടും ഞങ്ങൾ ബോച്ചയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു എന്ന് അവർക്ക് അവകാശപ്പെടാനും കഴിയില്ല. കാരണം അതിനേക്കാൾ ഗുരുതരമായ കേസുകളിൽ പ്രതികൾക്ക് വേണ്ടിയാണ് ഇവിടുത്തെ സർക്കാർ നിന്നിട്ടുള്ളത് എന്നുള്ളതാണ് കേരളത്തെ സമീപകാലത്ത് നടന്ന സംഭവങ്ങളിൽ മനസ്സിലാവുന്നത്. അതിലേറ്റവും വലിയ ഉദാഹരണമാണ് വാളയാർ പെൺകുട്ടികളുടെ ഈ കൊല.